മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. ജടമൊഴി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു. വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. കാട്ടാനകളോടൊത്തു കരിമ്പുലി കടുവാ പടയണികൾ കണിക്കൊരുക്കും മണിനാഗങ്ങൾ തിരുനട കാക്കുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. നീലിമല മേലേല ചന്ദനഗന്ധം പൊന്തുന്നു. ഈ വരി പക്ഷെ പിന്നെ റെക്കോർഡിലില്ല, എങ്കിൽ അത് പാടാം. നീലിമല മേലേല ചന്ദനഗന്ധം പൊന്തുന്നു. മാല തൊടുക്കും പമ്പയലകൾ ശരണം പാടുന്നു. പമ്പ വിളക്കിൻ ചമ്പകമലരുകൾ കനകം വിതറുന്നു. ശബരിപീഠ താമരമലരിൻ കേസരമുതിരുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. മഞ്ഞിൽ മുങ്ങും തരുനിര പൂജാ പുഷ്പമൊരുക്കുന്നു. സന്നിധാനമടുത്തു ദൂരെ തീമലയെരിയുന്നു. പൊന്നും 18 പടി തട്ടിത്തമസ്സു തകരുന്നു. പ്രാണൻ പോറ്റിയ പ്രണവമന്ത്ര ജ്യോതി സുണരുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. പൊന്നമ്പലം മണിപീഠം അല്ലെ, പൊന്നമ്പലം മണിപീഠം തെളിയും തിരുനട കണി കണ്ടു. ചിന്മുദ്രാംഗിത യോഗ സമാധി പൊരുളൊളി കണി കണ്ടു. അർക്കതാരക ചക്രം ചുറ്റും തിരുവടി കണി കണ്ടു. പ്രപഞ്ചമൂലം മണികണ്ഠം തിരുനാമം കണി കണ്ടു. തിരുനാമം കണി കണ്ടു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. ഈ ഒരു കവിത എഴുതാനുള്ള പ്രേരണ എന്തായിരിക്കാം? ഭക്തിപരമായിട്ടുള്ള കുറെ കൃതികൾ എഴുതിയിട്ടുണ്ടല്ലോ. എല്ലാ ദൈവങ്ങളെ കുറിച്ചും മിക്കവാറും ഉണ്ടാവും എന്തെങ്കിലും. ഇത് ശബരിമല പോകുന്നതിന് മുമ്പ് എഴുതിയതാണ്. കാണാതെ മല കയറാതെ എഴുതിയതാണ് ഇത്. മല കയറുന്നത് പിന്നെ റിട്ടയർ ചെയ്തിട്ട് 1960 ശേഷമാണ്. അവര് 4 പേരോട് കൂടിയിട്ട് മാത്രമല്ല ഇപ്പൊ ചൊല്ലിയിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ അതില് 4 സ്റ്റാൻസയും പാടി എന്നുള്ളതാണ്.
അല്ല റെക്കോർഡ് ചെയ്തതിൽ 2 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തും നാലാമത്തും നിങ്ങൾ മൂന്നും ഇതും കൂടെ എല്ലാം പാടി. കവിത എന്ന് പറയുമ്പോൾ മുഴുവനും ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം കേട്ടത് പിന്നെ കൈതപ്പുറം നമ്പൂതിരി സാറും മിഞ്ഞാന്ന് പാടി കേട്ടു. വളരെ മനോഹരമായിട്ട് അതിൽ ലയിച്ച് പാടിയത്. ഇതെല്ലാ വരികളും പാടിയോ അവര്? ഇല്ല, ആ റെക്കോർഡ് ചെയ്ത് മാത്രമേ പാടിയിട്ടുള്ളൂ. അത് അങ്ങാണ് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒരു വേറെ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഏത് പിന്നെ സമയത്തായിരിക്കാം ഇത് പിന്നെ എഴുതിയിട്ടുണ്ടാവുക? ഏത് പ്രായത്തിലായിരിക്കാം ഇത്? അത് എൻ്റെ അടുത്ത് അതിന്റെ ഒരു അല്ല, അങ്ങനെയല്ല. അല്ല കുറെ മഹാകവി പിന്നെ ഈ ഒരു പാട്ട് തയ്യാറാക്കി ചിലപ്പോ ഉണ്ട്. അതിന്റെ വർഷം നമുക്കുണ്ട്. പക്ഷെ ഞാൻ തെറ്റിപ്പോ പറഞ്ഞ ശരിയല്ല. ആ ബുക്കില് മല കയറിയതിനു ശേഷമാണ് ഈ പാട്ട് എഴുതിയത്. അല്ല അല്ല, അതിന് മുമ്പേ പാട്ട് മുമ്പേ എഴുതി. മല കയറുന്നത് പിന്നെയാണ്. അത് ഏത് വർഷം പാട്ട് എഴുതിയതോ? മല കയറി 6 വർഷം പൂർത്തി കഴിഞ്ഞിട്ട് കൊല്ലങ്കോട് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് അവര് 4 പേര് കൂടാ, വിജയ മാഷും വി കെ എന്നും പിന്നെ ഈയങ്കോട് ശ്രീധരനും കവിയും കൂടെ തീരുമാനിച്ച് പോവാ. പക്ഷെ പൂർണ്ണ വ്രതത്തിലായിരിക്കണം. എല്ലാം നാമം കൊണ്ട് ഉച്ചരിക്കുന്ന പോലെ നമ്മൾ അവിടുത്തെ പേരിലാണ്ട് ഉച്ചരിക്കൂല എന്ന് പറഞ്ഞ് പൂർണ്ണമായ അതിന്റെ ശരിയായ നിഷ്ഠയോടുകൂടെ പോയതാണ്. ശരിയായ ഒരു ഭക്തിയോട് തന്നെ. ശരിയാ, ഭക്തി എന്ന് പറഞ്ഞാൽ അയ്യാരും ഭക്തി എന്ന് പറഞ്ഞ ഒരു തരം. അതെ, ഗുരുവായൂരപ്പൻ മുമ്പിലൊക്കെ പോയാൽ കരച്ചിലാണ്. ഗുരുവായൂരിൽ പോയാല് ആ മുമ്പിൽ പ്രാർത്ഥിക്കല് വെറുതെ ഇങ്ങനെ ഗവൺമെന്റ് ധാരാളമായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പൊ നിഷ്കളങ്കമായ എപ്പോഴും ഭക്തനും കൂടെ അല്ലേ? അതെ അതെ. അത് ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ കുറെ പേര് അങ്ങനെ ഇന്ന് കരയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കവിതയാണ് നമ്മൾ ഇന്നത്തെ ഈ മകരവിളക്ക് ജനങ്ങളുടെ സമക്ഷം വളരെ ഭംഗിയായിട്ട് അങ്ങ് പാടി. അതിൽ 4 സ്റ്റാൻസും കൂടെ പാടി എന്നുള്ളത് നമുക്ക് കൂടുതൽ സന്തോഷം. അതെ, പുത്രൻ തന്നെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വികാരം. അതെ അതെ അതെ. ഏതായാലും സന്തോഷം. അടുത്ത സന്തോഷം.